അള്ളാഹു ഇഷ്ടമില്ലാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളെയും കൂട്ടിക്കെട്ടിയിട്ടുള്ള ഈ കളിയിൽ നമുക്ക് അള്ളാഹിനെ കിട്ടൂല. ഇതാണ് പ്രശ്നം. ഇത് വലിയ പ്രശ്നമാണ്. നമ്മളെ ഈ കളി നടക്കൂല. ഇത് ഞാൻ പറയല്ല, ഇമാം ഗസാലി പറയാം റളിയല്ലാഹു അൻഹു. നമ്മളെ ഈ കളി നടക്കൂല. അതായത് നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ട്, അള്ളാഹിൻ്റെ ശത്രുക്കളുണ്ട് നമ്മളെ കൂടെ, അവർക്കും നമ്മൾ ഹൃദയത്തിലിടം കൊടുത്തിട്ടുണ്ട്. അത് നടക്കൂല. അവനോട് ഇടപാട് പാടില്ല എന്നല്ല, കൽബ് പാടില്ല, ഇടപാട് പറ്റും. ബസ്സിലെ ഡ്രൈവർ മുമിനായാലേ കയറൂ, അങ്ങനെയൊന്നുമില്ല. മുമിനായാലും കയറും, മുമിനല്ലെങ്കിലും കയറും. പക്ഷെ കൽബിൽ ഡ്രൈവറില്ല, ബസ്സുമില്ല. കോഴിക്കോട് എത്തണമെന്നേ ഉള്ളൂ. അതേത് ബസ്സായാലും പാടില്ല. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് നന്നാകണമെങ്കിൽ നിന്റെ കൽബിനെ മുറാഖബ ചെയ്യണം, നിന്റെ അവയവങ്ങളെയും ശ്രദ്ധ നേരും. അല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. പിന്നെ പടച്ചോൻ പുറത്ത് തന്നൂടെ, അത് വേറെ വർത്താന. അത് 100 ആളെ കൊന്നാലും പുറത്തു തരാതിരിക്കുക. ഒരാളെയും കൊന്നിട്ടില്ലെങ്കിൽ പുറത്തു തരാതിരിക്കുക. 100 ആളെ കൊന്നാൽ പുറത്തും തരാം. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, പറഞ്ഞ മനസ്സിലാകും. 100 ആളെ കൊന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുക. എന്താ കാരണം? ലിസിൻ റഅഫിഹി മാ നറാഹു. ഒരു രഹസ്യം ഉണ്ടാവും. ആ രഹസ്യം കൊണ്ടാണ് 100 ആളെ കൊന്നാൾക്ക് പുറത്തു കൊടുത്തത്. ആ രഹസ്യം നമുക്കറിയില്ല. അയാൾക്ക് പുറത്തു കൊടുത്തതിന് ചിരിച്ച് നടക്കണ്ട, അത് നിന്നിൽ ഉണ്ടാവില്ല. ആ രഹസ്യമാണ്. അതാർക്കേ അറിയൂ? അള്ളാഹ്ക്കേ അറിയൂ. 100 ആളെ കൊന്നവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വിചാരിക്കണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ? പൊറുക്കൽ ഇവിടെ ഇതിൽപ്പെട്ട വർത്താനല്ല, നന്നാകുക എന്ന വർത്താനം. നന്നാകണമെങ്കിൽ കൽബിനെ മുറാഖബ ചെയ്യണം, അല്ല നന്നാവില്ല. നന്നാകനല്ല, നന്നാവൽ എന്ന ചാപ്റ്ററാണ് ഹിദായത്ത് കിട്ടൽ. ഈ കിതാബിൻ്റെ പേര് ബിദായത്തുൽ ഹിദായ എന്നാണ്. ഇമാം ഗസാലിയുടെ റളിയല്ലാഹു അൻഹു. ഹിദായത്ത് കിട്ടണം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഹിദായത്ത് കിട്ടണം. ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവണില്ല. മനസ്സിലാവൂലേ? മനസ്സിലാവും. ചൊല്ലിയില്ല ഞാനൊന്നും, എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ അമാനിൽ അതെന്നോവർ. അപ്പോൾ ആബിദിന് മനസ്സിലായിട്ടുണ്ടല്ലോ ഹിദായത്ത് കിട്ടിയെന്ന്. മനസ്സിലായില്ല. ചൊല്ലിയില്ല ഞാനൊന്നും, എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എൻ്റെ അമാനിൽ അതെന്നോവർ. എന്നോട് പറയാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ആര്? അല്ലാഹു. അപ്പൊ അടിമക്കറിയാം എനിക്ക് അല്ലാഹുവുമായി ബന്ധമുണ്ട്. അതൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നമ്മൾ എത്തിയിട്ടില്ല. ഹിദായത്ത് കിട്ടിയെന്ന് അറിയും. നമുക്ക് ഹിദായത്ത് കിട്ടിയോന്ന് അറിയാത്തത് കിട്ടാത്തോണ്ട് തന്നെയാണ്. തിരിഞ്ഞിട്ടില്ല. കിട്ടിയോനറിയും. ഭാര്യ 2 ദിവസം മുമ്പ് നമ്മളോട് പിണങ്ങിയതാണ്. മനസ്സിലായില്ലേ? അവൾ മുണ്ടണില്ല, വർത്താനമില്ല. അവൾക്ക് ദേഷ്യമാണോ സ്നേഹമാണോ ഇപ്പം നമുക്ക് തിരിച്ചറിയുന്നില്ല. അതിൻ്റെ അർത്ഥം ദേഷ്യം മാറിയിട്ടില്ല തന്നെയാണ്. ദേഷ്യം മാറിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചിരിക്കും. നിങ്ങളവിടെ എത്തിയും ചോദിക്കും. അതോട് ചോദിക്കണില്ല. നമ്മളിപ്പോൾ രാവിലെ ഓഫീസിൽ പോയ അരമണിക്കൂറോളം വിളിക്കുന്ന ആളാണ്. മിനിഞ്ഞാന്നൊരു വർത്താനത്തിന് നമ്മൾ തമ്മിൽ പിണങ്ങി. പിന്നെ പിണക്കം മാറിയിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വലിയ ചൂടായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചൂട് കാണുന്നില്ല. അതേ സമയത്ത് തണുപ്പും കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇണങ്ങിയിട്ടില്ല. ഇന്നലത്തെ ചൂടുന്നില്ല, എന്നാലും ഇണങ്ങിയെന്നില്ല. ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. അല്ല എവിടെത്തി എന്ന് പറയാലോ? ഒരു വഴിയുണ്ടോ? എത്ര മണിക്ക് എത്തും? എന്താണ് ചോദിച്ചുകൊണ്ടേ ഉണ്ടാവും. അല്ലാഹുവിൽ നിന്ന് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഹിദായത്ത് കിട്ടാത്തതുകൊണ്ടാണ്. ഒരു കണക്ഷൻ ഉണ്ടാവും, അത് ഹിദായത്തായി കൊള്ളുന്നില്ല. ഒരു ബന്ധം അല്ലാഹു തആല ഏറ്റെടുത്തൊരു ബന്ധം, അതാണ് ഹിദായത്ത്. അല്ലാഹു വലിയുല്ലദീന ആമനു.
മുഅ്മിനീങ്ങളെ വലിയ അല്ലാഹുവാണ്. മുഅ്മിനായ ഒരു പേടി പഠിക്കണ്ട, അല്ലാഹു വലിയാണ്. പിന്നെ അവൻ്റെ കാര്യം ആരേറ്റു? വേറെ അല്ലാഹു ഏറ്റു. നമ്മളെപ്പോഴത്തെ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ അവസ്ഥയെ തുറന്ന് പറയാ, തുറക്കാണ്. മനസ്സിലാവണില്ലേ? അതായത് നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിയായ്മ. ഈ തിരിച്ചറിയായ്മയുടെ അവസ്ഥവും നമ്മളെ മെമ്പർഷിപ്പ് അവിടെ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ മെമ്പർഷിപ്പ് അവിടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലാമത്തുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കിട്ടും. ആ അടയാളം കിട്ടുന്നില്ല. അപ്പൊ ഇനി എന്താ നമ്മൾ നിസ്കാരം, നോമ്പ് അല്ലാഹു സ്വീകരിക്കും. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. എന്നാ സ്വീകരിക്കോ? അറിയില്ല. സ്വീകരിക്കുമെന്നറിയും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സ്വീകരിക്കുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇനി സ്വീകരിക്കണം. അത് നിസ്കാരം കൊണ്ട് നടക്കൂല, ഇത് ഖൽബ് കൊണ്ടേ നടക്കുള്ളൂ. നിസ്കാരത്തെ ഖൽബ് കൊണ്ട് നന്നാക്കാം, നിസ്കാരം കൊണ്ട് ഖൽബിനെ നന്നാക്കാൻ കഴിയില്ല. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിർത്താം. ഒന്നും കൂടി പറയാം. നിസ്കാരം കൊണ്ട് ഖൽബിനെ നന്നാക്കാൻ കഴിയൂല, ഇമ്പോസിബിൾ. ഖൽബ് കൊണ്ട് നിസ്കാരത്തെ നന്നാക്കാം, ഖൽബ് കൊണ്ട് എന്തിനു നന്നാക്കാം? ഖൽബ് മുഅല്ലഖും ബില്ലാഹ് വഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ ലിമൻ യസ്ജുദു ലഹു ലില്ലാഹ്. അപ്പോൾ അവന്റെ ഖൽബ് മസ്ജിദുമായി മുഅല്ലഖാണ്. മസ്ജിദാണ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും ആദ്യ മാർഗം. അപ്പൊ അവിടെ ആരാള്? റബ്ബ്. അപ്പോ സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തോട് ഇവന്റെ ഖൽബ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ ഖൽബ് ഉടക്കി നിൽക്കാണ്, കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ഇപ്പൊ ബന്ധമുണ്ട്. കേവലം പള്ളി എന്നല്ല അതിൻ്റെ അർത്ഥം. കേവലം പള്ളി എന്നല്ല അതിൻ്റെ അർത്ഥം. പള്ളി പൊളിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഇതിൽ മസ്ജിദ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെൻ്റെ കൂടെ അല്ല. മസ്ജിദ് എന്ന് പുറത്തെഴുതിച്ചുള്ളൂ, ഉള്ളിൽ മസ്ജിദില്ല. തിരിഞ്ഞില്ല. വല്ലദീന തഖദൂ മസ്ജിദൻ, അത് നെയിം ബോർഡാ. വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറൻ. മസ്ജിദ് ഒരിക്കലും ളിറാറാവൂല. പിന്നെന്റെ മസ്ജിദ്? അത് നെയിം ബോർഡിലെ മസ്ജിദാ ളിറാറാകുക. എന്താ മസ്ജിദ്? സുജൂദിന്റെ ളിർഫാണ്. സുജൂദ് എന്നാൽ അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. റബ്ബിനുമായി ഏറ്റവും ബന്ധമുള്ള സ്ഥലമാണ് സുജൂദിന്റെ സ്ഥലം. അപ്പോൾ മസ്ജിദ് നിറാറുണ്ടാക്കിയ ആളുകളുടെ മസ്ജിദിനെ പൊളിച്ചിടാം മുത്തുനബി പറഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞു, വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറൻ. മസ്ജിദ് എങ്ങനെയാണ് ളിറാറാകുക? മസ്ജിദല്ല, മസ്ജിദിന്റെ നെയിം ബോർഡാണ്. മസ്ജിദ് സുജൂദിന്റെ സ്ഥാനം. സുജൂദ് അവിടെ ഇല്ലെന്ന്. എന്താ സുജൂദ്? റബ്ബിനോടുള്ള തഖറുബ്. റബ്ബിനോട് തഖറുബേ ഇല്ല. ഇവര് മുനാഫിഖീങ്ങളാണ്, അവർക്ക് റബ്ബുമില്ല. അപ്പോൾ അവർക്ക് റബ്ബ് എന്താ? നെയിം ബോർഡ് പുറത്ത്. അതുകൊണ്ട് പൊളിച്ചിടാൻ പറഞ്ഞു. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ മനസ്സിലായില്ല? ഈ മസ്ജിദും ആ മസ്ജിദും രണ്ടാ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം എന്ന് പറഞ്ഞടുത്ത മസ്ജിദും പൊളിച്ചിടാൻ പറഞ്ഞ മസ്ജിദും രണ്ടാ. പൊളിച്ചിടാൻ പറഞ്ഞ മസ്ജിദ് പുറത്ത് എഴുതി വെച്ചിരിക്കണ് എന്ത് മസ്ജിദാണ്, അകത്ത് മസ്ജിദില്ല. എന്തുകൊണ്ട്? സുജൂദ് റബ്ബിന്റെ ദിക്റിൽ അലിഞ്ഞ അബ്ദിന് തലയെടുക്കാൻ മടിയുള്ള സ്ഥലമാണ് സുജൂദ്. കാരണം അത്രയും ബന്ധാണ് ആരോട്? റബ്ബിനോട്. ഇത് ആരുണ്ടാക്കിയ മസ്ജിദാ? മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദാ. അവർക്ക് ആരെന്നല്ല, അള്ളന്നല്ല. പിന്നെ എങ്ങനെ അവർക്ക് സുജൂദ് ഉണ്ടാവുക? സുജൂദ് ഉണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സുജൂദ് ചെയ്തില്ലേ?
ഹബീബായ റസൂലുള്ളാഹിനെ നേരെ ബാക്കിൽ കിട്ടാൻ വേണ്ടി മത്സരിക്കും. ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. സൂറത്തുൽ മുനാഫിഖൂന ഇറങ്ങുന്നത് വരെയും അയാളായിരുന്നു എന്ത് ചെയ്തിരുന്നത്? സവ്വൂ സുഫൂഫക്കും യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ് എന്ന് പറയാ. മദീന പള്ളിയിൽ ബിലാൽ ഇഖാമത്ത് കൊടുക്കാനായാ പറയും സൊഫ് ശരിയാക്കി, റസൂൽ വരാനായി. മുനാഫിഖ് സൂറത്ത് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ അയാൾ എണീറ്റപ്പോൾ വലിച്ചവിടെ ഇട്ടു, ഇരിക്കണോടെ. അതുവരെ മദീന പള്ളിയിൽ സൊഫ് ശരിയാക്കാൻ പറഞ്ഞ ആളാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ഇയാളാരാ? റഈസുൽ മുനാഫിഖീൻ. ഇയാളെ ഖൽബിൽ ആരില്ല? അതല്ല. ഇതൊക്കെ കളിയാണ് മനുഷ്യന്മാരെ. സ്വർഗത്തേക്കുള്ള എല്ലാം കൊണ്ടും നരകം കിട്ടും. സ്വർഗത്തിലേക്കുള്ള എല്ലാം നരകത്തിലേക്കുള്ളതാണ്. എന്തില്ലെങ്കിൽ കൽബില്ലെങ്കിൽ. തിരിഞ്ഞില്ല. ഇപ്പോഴാണ് ഒരു വർത്താനം പറഞ്ഞത്, മനസ്സിലായില്ല. അതാണ് സത്യം. എന്താ പറഞ്ഞ? സ്വർഗത്തിലേക്കുള്ളതെല്ലാം നരകത്തിലേക്കുള്ളതാണ്. ഉറപ്പന്നെ. സ്വർഗത്തിലേക്കുള്ളതെല്ലാം നരകത്തിലേക്കുള്ളതാകും. എന്തില്ലെങ്കിൽ ഖൽബ് ബന്ധപ്പെട്ടില്ലെങ്കിൽ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്താ? വൈലെന്ന നരകത്തിലേക്കാണ് കുറെ നിസ്കാരക്കാർ. നിസ്കാരം എന്താ? അഫ്ളലുൽ അഅ്മാലിൽ ബദനിയത്തിക്കുള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ ഏതാ? നിസ്കാരം. പിന്നെ നിസ്കരിച്ചു നരകത്തിലെത്തുക. കാരണം പറഞ്ഞു, അല്ലദീനഹും യുറാഊന. ഇറാഅത്തെ ലക്ഷ്യമുള്ളൂ. ഇറാഅത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും മേൽപ്പാടാ ഇറാഅത്ത്. എൻ്റെ ഖൽബിന് ഞങ്ങൾക്ക് ഇറാഅത്ത് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മുഖത്തെ ഇറാഅത്ത് ചെയ്യാൻ കഴിയും. എൻ്റെ നെറ്റിയിൽ നിസ്കാരത്തെ ഇറാഅത്ത് ചെയ്യുക. ഇറാഅത്തിന് മാന പറയുടെ ചങ്ങായി. ഇറാഅത്ത് എന്താർത്ഥം? കാണിക്കൽ. ഇറാഅത്ത് എന്താ? കാണിക്കൽ. കാണിക്കലിന് എന്ത് പറ്റൂല? ഖൽബിനെ കാണിക്കാൻ പറ്റൂല. ഇത് കാണിക്കാം. നിസ്കാരത്തെ എന്റെ ഒരു നിസ്കാരത്തിൽ നരകത്തിൽ പോകുന്നു. അല്ലദീനഹും യുറാഊന. കാണിക്കുന്ന നിസ്കാരാണ്. അപ്പൊ ആ നിസ്കാരം നിസ്കാര കൈഫിയാത്ത്. ഇതാർക്കും അറിയില്ല. ഇത് അറിയണമെങ്കിൽ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന ഒരാൾ വേണം, അല്ലാത്ത കഴിയില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഇതെല്ലാം എവിടെത്താം? നരകത്തിലെത്താം. സ്വതക്ക 100 കോടി റുപ്യ ഇന്നൊരാൾ എത്തിങ്ങാനി കൊടുത്തിട്ടുണ്ടാകാം, 10 കോടി കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനത്തെ മുതലാളിമാർ എത്രയാ? 10 പൈസ ഉണ്ടാവില്ല. എന്ത് രക്ഷയാണെങ്കിൽ നിസ്കാരം തന്നെ ഇറാഅത്തിലായാൽ നരകത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്വതക്ക നരകത്തിലേക്കുള്ളതല്ല എന്നതിൻ്റെ അർത്ഥം. നിസ്കാരം ഏതാ? തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലേതാ? പറകുട്ടി നിസ്കാരം. അതെന്നെ നരകത്തിലേക്കെത്തൂ, സ്വർഗത്തിലെത്തൂല എന്ന് പറഞ്ഞാൽ സ്വതക്കത്തുന്ന അതിൻ്റെ അർത്ഥം. മിസൈൽ ഇട്ടാലും അമേരിക്കയിൽ എത്തൂല എന്ന് പറഞ്ഞാൽ ചൈന പടക്കെട്ടാൽ എത്തുന്നാണോ അതിൻ്റെ അർത്ഥം? മിസൈൽ വരെ F-16 മിസൈൽ വരെ എവിടേക്ക് എത്തൂല? അമേരിക്കക്ക് എത്തൂല എന്ന് പറഞ്ഞാൽ ചൈന പടക്കൊക്കെ എത്തിയിരിക്കും. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലും എത്തൂല. നിസ്കാരം തന്നെ സ്വർഗത്തേക്ക് എത്തൂലെങ്കിൽ പിന്നെ സക്കാത്ത് എത്തുമോ? കാരണം തടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം സക്കാത്തും സ്വതക്കയല്ലല്ലോ. എന്തല്ലേ? നിസ്കാരമല്ലേ. എന്തുകൊണ്ട് എത്തൂല? അല്ലദീനഹും യുറാഊന. കാണിക്കൽ മാത്രം ലക്ഷ്യം. ഒരു അമലിന്റെ ആന്തരഭാഗം കൽബ. അത് കാണിക്കാൻ ഒരിക്കലും കഴിയില്ല, കഴിയുന്നില്ല. അതൊരാൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. ആര്? അല്ലാഹു. ബസ്. അതുണ്ടോ? നിസ്കരിക്കുക, അല്ലാഹു സ്വീകരിക്കും. 1 കോടി 10 കോടി 100 കോടി അതൊക്കെ അല്ലദീനഹും യുറാഊന. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹ്ക്ക് ഒരാൾ 100 കോടി ഇന്ന് ദാനം കൊടുത്തു, ഇന്നൊരാൾ 100 കോടി ഒരെത്തി ഇങ്ങനെയൊക്കെ ദാനം കൊടുത്തു. ഇയാൾക്ക് സ്വർഗം കൊടുക്കേണ്ട ബാധ്യത എന്താ? അള്ളാഹ്ക്ക്. ഇത് ഇയാളെ മുതലല്ലോ, അള്ളാഹു കൊടുത്തല്ലേ.
അള്ള കൊടുത്തപ്പോൾ മറ്റൊരുക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഒരു ഷർത്ത് അയാൾ വെച്ചിരുന്നു. ആ ഷർത്ത് ഇയാൾ പാലിച്ചതുമില്ല. അപ്പം ഇയാൾ കേടി ലിസ്റ്റിൻ്റെ കേടിയായി. ഈ 100 കോടി ഇയാളെ മുതലാണോ ചോദ്യം? ഇന്ന് രാവിലെ ഒരു മുതലാളി 100 കോടി ദാനം കൊടുത്തു എത്തിങ്ങാനിക്ക്, ഇത് ഇയാളെ മുതലാണോ? അല്ല. ആരെ മുതലാണ്? അള്ളാഹുവിന്റെ. അള്ളാഹുവിന്റെ മുതല് കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞിരുന്നു എന്ത്? ഹലാലിൽ നീ അനുഭവിച്ചോ, വേറുള്ളവർക്ക് സ്വതക്കയും കൊടുത്തോ, പക്ഷെ സ്വതക്ക കൊടുക്കുമ്പോൾ നിന്റെ വജു ഉദ്ദേശിക്കണം. അപ്പൊ അള്ളാഹു അയാളെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൈസ അല്ലേ ഇയാൾ എന്ത് ചെയ്യണ്? സ്വതക്ക കൊടുക്കണത്. അപ്പോൾ അയാൾക്ക് അയാൾ എന്ത് നിയത്ത് ചെയ്യണം? അവിടെ കസേര കസേര ഇട്ട് കൊടുക്കുക. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അതെല്ലാം കൊടുത്തിട്ട് ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പറഞ്ഞ മനസ്സിലായില്ലേ? 100 കോടി ഒരാൾ ദാനം ചെയ്തെന്ന് വിചാരിച്ച് ഇയാൾക്ക് സ്വർഗം കൊടുക്കാൻ അള്ളാഹ്ക്ക് എന്ത് ബാധ്യത? ഇയാളെ മുതലല്ലല്ലോ. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈആ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ബിസിനസ് അറിയോ? സ്വർഗത്തിൽ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബിസിനസ് ആരും പഠിപ്പിച്ചതാ? അള്ളാഹു. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് അറിയുമ്പോൾ ഒന്നും അറിയില്ലെങ്കിലും ബിസിനസ് ഒക്കെ എനിക്ക് അറിയായിരുന്നു. അങ്ങനെയാണോ? വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒന്നും ബിസിനസ്സും അറിയില്ല, ഒന്നും അറിയില്ല. ആര് പഠിപ്പിച്ചു? അല്ലാഹു. അത് പഠിക്കാനുള്ള മസ്തിഷ്കം ആര് കൊടുത്തു? അല്ലാഹു. മുതൽ ആര് കൊടുത്തു? അല്ലാഹു. ഒക്കെ അല്ലാഹു. നീ തിരിച്ചെടുത്തു, അല്ലാഹു. കൊടുത്തു, അല്ലാഹു. അപ്പൊ ആരെ മുതലാ? അല്ലാഹുവിന്റെ മുതലാ. അപ്പൊ ഇത് നെയ്യ്. ഞാൻ ഇപ്പം മാഷ നിങ്ങളെ കയ്യിൽ 10,000 റുപ്യ ഏൽപ്പിച്ചു. ഏതെങ്കിലും മൂല്യം മാറ്റിയാൾ വരികയാണെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന 10,000 റുപ്യ ഏൽപ്പിച്ചു. ആ 10,000 റുപ്യ നിങ്ങൾ വാങ്ങി. അങ്ങനെ മൂല്യത്തി വന്നു. ദൈഹിക മൂല്യത്തി നിങ്ങൾ അവിടുന്ന് കയ്യം നീട്ടി ആക്കി കൊടുക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ അയാൾക്ക് ഈ 10,000 നിങ്ങൾ കൊടുത്തു. അയാൾ വാങ്ങി. അയാൾ വാങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. അപ്പൊ നിങ്ങൾ നിന്ന് ചിരിച്ചു. എന്തുകൊണ്ട്? ഞാൻ അങ്ങനത്തെ ഒരു ഉപകാരം. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു കാര്യം അവിടെ ഉണ്ട്. എന്ത്? അതിനിത് എൻ്റെ ഉപകാരമല്ല, ഇത് കാസിം ഉസ്താദിന്റെ പൈസ എന്നൊരു പറയേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടോ അല്ലേ? ബാധ്യത ഉണ്ടോ അല്ലേ? ഇത് കാസിം ഉസ്താദ് രാവിലെ എന്നെ ഏൽപ്പിച്ചതാ. എന്നോട് ഉപകാരം എന്ന് പറയേണ്ട കുട്ടിയെ എൻ്റെ പൈസയല്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിൻ്റെ ഹക്ക് വീട്ടി. മറ്റത് നിങ്ങൾ കടക്കാരനാ. എങ്ങനെ കടക്കാരൻ? ഞാൻ കൊടുത്ത 10,000 അല്ല നിങ്ങൾ കൊടുത്ത്. നിങ്ങളെ ദിമ്മത്തിലുള്ള 10,000. എൻ്റെ 10,000 എപ്പോഴും ബാക്കിയോ? തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ അയാൾക്ക് 10,000 കൊടുത്തു. ആ 10,000 വാങ്ങിയപ്പോൾ അയാൾ നിങ്ങളെ കൈ പിടിച്ച് മുത്തി സ്വീകരിച്ചു. ഈ ഉപകാരം മറക്കാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ പറയണം ഇതിന് നിങ്ങൾ എന്നെ മറക്കാതെക്കണ്ട, എൻ്റെ നല്ലത് ഇത് വേറെ ആളാ. അള്ളാഹു തആല എന്താ പറഞ്ഞത്? സ്വതക്ക കൊടുക്കാൻ എന്താ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? സ്വതക്കനായത്ത് എങ്ങനെ? ഞാൻ കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കും. അവർ കൊടുക്കല്ല. ഞാൻ കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കും. അപ്പൊ അവർ കൊടുക്കല്ല. പിന്നെ ഞാൻ കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കും. അപ്പൊ ആരുടേതല്ല, അവരുടെയല്ല. ഞാൻ കൊടുത്തതിന് അവർ കൊടുക്കും. ഞങ്ങൾക്ക് തന്നു കൊടുക്കൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ കൊടുത്തു. അപ്പൊ ഞാൻ കൊടുത്തതിൽ നിന്ന് നിങ്ങൾ കൊടുക്കാണ്. അപ്പൊ അയാൾ നിങ്ങളെ അല്ലാതെ കൈ പിടിച്ച് മുട്ടാൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറയണ്ട്? നമ്മളെ കൈ വേദനാക്കണ്ട, നമ്മളല്ല എൻ്റെ പൈസ വന്നാന്ന് പറയണ്ട്. മിക്കവാറും എൻ്റെ പൈസ ഉണ്ടാവില്ലല്ലോ. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ 100 കോടി സ്വതക്ക കൊടുക്കുന്ന മുതലാളി ആ സമ്മേളനം മുഴുവനും ഉള്ള മദ്ഹ് കേൾക്കും. ഈ പൈസ തന്ന റബ്ബിനെ ഒരാളും പ്രശംസിക്കൂല. മുതലാളിനെ പ്രശംസിക്കും. വാങ്ങിയവനും ദോഷി, കൊടുത്തവനും ദോഷി. 10 പൈസ റെക്കോർഡിലുണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? മുതലാളിമാരുടെ മഹത്വം പറയുന്ന പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ തുറന്ന പള്ള നിറച്ച് കിട്ടും. വലിയ വലിയ നേരച്ച താടിക്കാരടക്കും. എന്തിനാണ് ഇവനെ പ്രശംസിക്കുന്നത്? ഓൻ തന്നില്ല, എന്ത് പ്രശ്നം? എന്താ
എടോ ബാങ്കിൽ കണ്ണാടി ചില്ലിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കും, നോട്ടിനെ കിട്ടുകൊണ്ട്. രാവിലെ മാനേജർ പൈസ എണ്ണി ഒപ്പിട്ട് വാങ്ങും, ഇയാളെ കൂട്ടിൻ്റെ ഉള്ളിൽ കണ്ടാക്കും, അയാൾ അവിടെ ഇരിക്കും. ടോക്കൺ കൊണ്ടേ കൊടുത്താൽ ആ ടോക്കണിൽ 2000, അപ്പോൾ ഇയാൾ 2000 കൊടുക്കും. ഇയാളെ കൈ പിടിച്ച് മുത്തണം. ക്യാഷ്യറോട് പെണ്ണുങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പോൾ 15,000 25,000 ബില്ല് വന്നു. അപ്പോഴാണ് ബാങ്കിലേക്ക് വന്നത്. അങ്ങനെ ബാങ്കിൽ പെട്ടെന്ന് പൈസ പാസ്സാക്കി മാനേജർ എഴുതി ഒപ്പിട്ടു, ക്യാഷർ എടുത്ത് കൊടുത്തു. ഇത് റെഫർ ചെയ്തു, നേരെ ക്യാഷർ എടുത്ത് അത് ബില്ലെത്തിയപ്പോൾ 25,000, അയാൾ 25,000 എണ്ണി തന്നു. അപ്പോൾ ആ കൈ കണ്ണാടി ചെല്ലിക്ക് കൈയിട്ടിട്ട് അയാളെ കൈ പിടിച്ച് ബുദ്ധിമുട്ടാണോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂലെന്ന് പറഞ്ഞു. പൊട്ട, അയാളൊരു പണിക്കാരനല്ലേ, ഇത് അയാളെ പൈസ ഇല്ലല്ലോ, ഇതാരുടെ പൈസ? വേറെ പൈസ, ബാങ്കിന്റെ പൈസ അല്ലേ? ഇയാൾക്ക് ഇതിന് കൂലിയാണ്, ഇയാൾ കൂലിക്കാരനാ. നമ്മളൊക്കെ കൂലിക്കാരല്ലേ? നമ്മളിത് ഈ മുതലാളി ഇത് കൊടുക്കണത് എന്തിനാ? കൂലിയിട്ടാനല്ലേ? അപ്പൊ ഇയാൾ ബാങ്കിലെ ക്യാഷ് തന്നെയല്ലേ? മനസ്സിലായില്ല? ഇയാളെ പണി അതാണ്. കുറെ ആളുകൾ അവിടെ എഴുതും, ഇയാൾ പൈസ എണ്ണിക്കൊണ്ട്, അതല്ലേ പണി. ഒമിമാറക്കനാവും അന്നെ തന്നെ ആ ക്യാഷർ പണിയാണ് മുതലാളിൻ്റെ പണി. നാട്ടുകാരെ മുഴുവനും പ്രശംസ വാങ്ങുന്നതിനാ. പ്രശംസിക്കുമ്പോൾ പറയണ്ടേ, എന്നെ പ്രശംസിക്കണ്ട, എൻ്റെതല്ല, രാജാതിരാജൻ്റെ ആണ്, എനിക്കിതിലൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? തന്നെയല്ലേ? എല്ലാം അങ്ങനെയല്ലേ? ഏതൊരു കാര്യം, നിസ്കാരം ഒക്കെ അങ്ങനെയല്ലേ? നമ്മുടേതായി ഒന്നും അതിലില്ല. ചില വഞ്ചിതരായ ആളുകളെ ഇവിടെ പറയുന്നുണ്ട്, വഞ്ചിതര്, പാവങ്ങള്, വഞ്ചിതര്. ചില ആളുകളുണ്ട്, ലാ യുഹാസിബു നഫ്സഹു, സ്വന്തം നഫ്സിനെ ഹിസാബ് എടുക്കൂല. വലാ യതഫഖദു മആസിയഹ, അവന്റെ ദോഷങ്ങളെ അവൻ എവിടെയൊക്കെയാണ് ദോഷങ്ങൾ എന്ന് അന്വേഷിക്കൂല. ഒരു നന്മ ചെയ്താൽ അതവിടെ എണ്ണിയേക്കും. അൽഹംദുലില്ലാഹ്, ഈ കൊല്ലം എനിക്ക് 21 ദിവസവും തറാവി മുടങ്ങിയില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പെരുന്നാളിൻ്റെ ചോറ് നിന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു 21, ഇപ്പം നാളെ നോമ്പറക്കുമ്പോൾ പറയാം അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി എങ്ങനെയാണ് അവർ ഇതുവരെ തറാവിയ മുടങ്ങിയിട്ടില്ല. അപ്പോൾ എത്ര തറാവിയ? ഇപ്പോൾ 21 തറാവിയാണ്, 220 തറാവിയ. ഇത്ര പറയും, പറഞ്ഞു മനസ്സിലായില്ല? ഈ തറാവി നിസ്കാരം എത്ര വന്നു? പറ, എത്ര വന്നു? 220. ഇത് അള്ളാഹു കബൂലാക്കിയില്ലെങ്കിലോ? ഇത് അള്ളാഹു കബൂലാക്കിയിട്ടില്ലെങ്കിലോ? ഇത് അഹങ്കരിക്കണം എന്തിനാ? 220 തറാവി മനസ്സിലാക്കണം. 220 തറാവി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ ഒന്നും കൂടി കുനിയേണ്ടി വരും. എന്തുകൊണ്ട്? പണ്ടത്തെ പോലെ പോരാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? പണ്ടത്തെ പോലെ നീ പോരാ. ഇനി നിനക്ക് അള്ളാഹു നിന്റെ എന്തെങ്കിലും ഭാവഹാദികൾ കൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കാതെ വന്നാൽ വൻ നഷ്ടം വരും. നമ്മൾ നടന്നു പോകുന്ന റോട്ടിന്റെ സൈഡിൽ ഒരു കുഞ്ഞമ്മക്കാടെ ഒരു മസാല കച്ചവടം ഉണ്ടായിരുന്നു. അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനൊന്നും പറയില്ല. അയാൾ വയസ്സനോട് അങ്ങനെ ഇരിക്കും. നമ്മളെ പണിക്ക് പോകും വരും, രാവും പകലും അതിനെ പോലെ മോട്ടോർ സൈക്കിളിൽ പോവും വരും, അങ്ങനെ വരും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞമ്മക്കാൻ്റെ മകൾ കുഞ്ഞാമിനെ നമുക്ക് കെട്ടിച്ചു തന്നു. ഇനി നമ്മളങ്ങനെ പോവില്ല. ഇനി നമ്മൾ അതിൽ പോകുമ്പോൾ ഒന്ന് കയറും, ബാപ്പേ എന്താ വർത്തനം, ഇനി അയാളോട് വിനയം കാണിക്കും. ഇനി അയാൾ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താണ് പറയും? എന്തേ ബാപ്പ എന്തെങ്കിലും ഒന്നും ഉണ്ടാത്ത്, എന്താ വല്ലതും ഉണ്ടോ, നീ വല്ല വിഷമമുണ്ടോ? എന്ത് നമ്മളെ സ്വഭാവം ചീത്തയാന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാമ്മനോട് ബാപ്പ പറയണം ഇനിയാണ് പോണ്ട, ഓനൊരു കുരങ്ങനെ. അപ്പൊ നമ്മൾ കിട്ടിയത് നഷ്ടപ്പെടും. ഒരു കല്യാണം ഉണ്ടാക്കണേ 8-10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, അപ്പൊ പോയി. എന്തേ ഇയാളോട് വിനയം കാണിക്കാത്തോണ്ട്?
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഒരു തറാവിയും നിനക്കില്ലെങ്കിൽ പേടിക്കണ്ട, ഏതായാലും ഇല്ലല്ലോ. ഉണ്ടായപ്പോഴോ നിന്റെ ഭാവചലനങ്ങൾ കൊണ്ട് ഇത് നഷ്ടപ്പെടുന്നതിന് ഭയപ്പെടണം. അപ്പൊ നിസ്കരിക്കാത്തവനേക്കാൾ ഭയപ്പെടേണ്ട ആരാ? പറയേ, നിസ്കരിച്ചോനാണ്. കാരണം നിസ്കരിച്ചോന് നഷ്ടപ്പെടാണ്ട്, നിസ്കരിക്കാത്തവന് എന്ത് നഷ്ടപ്പെടാനാണ്? അതേ സമയത്ത് അഹങ്കരിക്കലാരാ? നിസ്കരിച്ചോര്. ഞാൻ നിസ്കരിച്ചു എന്നാ വിചാരിക്കണേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് തന്നെ കല്ലതി, ഒരാളെപ്പോലെ യസ്തഗ്ഫിറുല്ലാഹ ബിലിസാനിഹി, നാവുകൊണ്ട് എന്ന് പറയും രാവും പകലും എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ് എന്ന് പറയും. 100 മറ വ 1000 മറ, 100, 1000. മനസ്സിലായില്ലേ? ഇങ്ങനെ കേറ്റി ചെല്ലും. എന്ത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വഅൻത തഗ്താബുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ ഗൈബത്തും അറിയും. മനസ്സിലായില്ല? ഇപ്പൊ നഷ്ടക്കാരനാരാ? നമുക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നഷ്ടക്കാരനാരാ? നീ ഒക്കെ പോയി. വഅൻത തഗ്താബുൽ മുസ്ലിമീന വയതകല്ലമു ബിമാ യർളാഹു തആല തൂലൻ നഹാരി. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വർത്താനാണ് ചങ്ങായിമാരോട് കൂടെ സംസാരിക്കുന്നത്. അതായത് ചെയ്തതിനപ്പുറം നിനക്ക് നിനക്ക് നഷ്ടം വന്നു. ചിന്തിക്ക്. സുബ്ഹാനല്ലാഹിന്റെ കൂലി നീ കിതാബ് എടുത്ത് നോക്കും. സുബ്ഹാനല്ലാഹ് എത്ര കൂലി? ഒരു സുബ്ഹാനല്ലാഹ് തന്നെ ആകാശഭൂമിന്റെ അടിയിൽ നടക്കാൻ എന്തിനു കഴിയും? ഒരു സുബ്ഹാനല്ലാഹ്. ഇപ്പൊ 1000 സുബ്ഹാനല്ലാഹ് ഉണ്ട്. അപ്പൊ ആകാശഭൂമിന്റെ അടിയിൽ 1000 വട്ടം നടക്കാൻ മാത്രമുള്ള അമല് പറയുന്നുണ്ട്. ഇയാകട്ടെ ഗാഫിലാണ്. അമ്മാ വറദ മിൻ ഉഖൂബത്തിൽ കദ്ദാബീന വന്നമ്മാമീന വൽ മുനാഫിഖീന വൽ മുതാബീന. ഗൈബത്തും നമീമത്തും നുണയും പറഞ്ഞവരെ ശിക്ഷയെ പറ്റി നിനക്ക് യാതൊരു ചിന്തയും ഇല്ല. അതാണ് പ്രശ്നം. അതാണ് മുറാഖബ. മുറാഖബ പറഞ്ഞാൽ ശരിക്ക് വരണം. മാനേജർക്ക് പണി ഉണ്ടാവില്ല ഒരു കമ്പനിയിൽ, പക്ഷേ കമ്പനി പൊളിഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്യുക. ലോക്കൽ മസ്ദൂരികൾക്ക് അയാൾക്ക് സത്യത്തിൽ മാനേജർമാർക്ക് എന്താ പണി? AC മുറിയിൽ കാലും മർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. 50,000 റിയാൽ ശമ്പളമാകും. വെയിലത്ത് പണിയെടുക്കും. 1500 റിയാലിന് വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കും. ഓന് 1500 AC മുറിയിൽ കാലും മർപ്പിച്ച് വെറുതെ നോക്കിയിരിക്കണം, TV നോക്കിയിരിക്കണോന് 50,000. എന്താ കാരണം? കാരണം പറയും. 1500 കമ്പനി പൊളിഞ്ഞാൽ മുതലാളി വന്നിട്ട് 1500 എന്നോട് പറയും, ഇവിടെ പണിയില്ല, ഇനി വേറെ എവിടെയും നോക്കിക്കോ. 50,000 ഇജ് വേറെ എവിടെ നോക്കിക്കോ. നല്ല അറിയാം ഞാൻ വേറെ എവിടെ നോക്കി പറഞ്ഞാൽ നിന്റെ ജീവുണ്ടെങ്കിൽ അങ്ങനെ നെഞ്ച് നോക്കൂല. ജിൻ്റെ കമ്പനിൻ്റെ നഷ്ടം ക്ലിയറാക്കി തന്നിട്ട് നോക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ ജയിലിൽ കയറ്റും. കമ്പനി പൊളിഞ്ഞാൽ ഇവനെ ജയിലിലിടും. ആരെ? ഇവൻ്റെ തലമല കമ്പനി നടക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ AC മുറിയിൽ കാലും പറപ്പിച്ചിരിക്കുക. പക്ഷെ അവന് മനസ്സിന് സുഖമില്ല. മറ്റൊൻ നട്ടുച്ച നേരത്ത് പുറത്ത് ഓളോ ബ്രിക്സിമ പണിയെടുക്കുകയാണെങ്കിലും സിനിമ പാട്ട് ഓടുക. അവൻ്റെ തലക്കൊരു പണിയില്ല, അവൻ്റെ കയ്യും കാലിനും പണിയില്ല. എന്തിനു പണി? തലക്ക പണി. മുമ്മിനും തലക്ക പണി, നെറ്റിക്കല്ല. നെറ്റിക്ക് പണി കള്ളനുണ്ടാവും. നിങ്ങളെൻ്റെ കൂടെ അല്ല. മുമിനായ മനുഷ്യൻ്റെ പണി എവിടെയാ? തലയില, ഹൃദയത്തില. എന്താ പണി? മനാബദുന്നാസ്, ഏറ്റവും വലിയ ആബിദാണ്. ആരാണ്? കൈലല്ലേ റസൂലില്ല. ഒരാൾ റസൂലിനോട് ചോദിച്ചു, ഏറ്റവും വലിയ ആബിദാരാ? അപ്പം എന്ത് പറയണ്ട്? അല്ലതി യസ്ജുദു ലില്ലാഹി അക്സറ, അങ്ങനെയല്ലേ പറയണ്ട്? ഏറ്റവും കൂടുതൽ അല്ലാഹു തആലക്ക് സുജൂദിന് ആളെന്നല്ലേ പറയണ്ട്? എന്താ റസൂലിനോട്? ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ അഖിലു, ബുദ്ധിമാൻ. ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവനാരാ? ബുദ്ധിമാൻ. എന്താ ഇതിനർത്ഥം? അവൻ്റെ ബുദ്ധി സദാ നേരവും ആരിലാണ്? അള്ളാഹുവിലാണ്. മാനേജർ തന്നെയാണ്. അതാണ് വിഷയം.
നമ്മളെ ബുദ്ധി അള്ളാഹ്ക്ക് കൊടുക്കാത്ത കാലത്തോളം ഒരു കാര്യം ഉണ്ടാവില്ല. മറ്റൊരു പേടിണ്ടാവും, മുറാഖബ. ഇവൻ്റെ മനസ്സിലായില്ല, ഇവൻ എന്ത് ചെയ്യുന്നത്? ഇവൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, എന്ത് ചെയ്യും? അതായത് ഔട്ടറിൽ പോയ സാധനങ്ങൾ, ഇങ്ങോട്ട് വന്ന പൈസ, റിട്ടേൺ വന്ന ഡാമേജ് സാധനങ്ങൾ, ഇതെല്ലാം ഇവൻ്റെ കണക്കിലാണ്. അത് കാണുമ്പോഴത്തേനും തലവേദനയാവും. അന്ന് വീട്ടിൽ പോയാൽ ഉറങ്ങാൻ കഴിയില്ല. കാരണം ഔട്ടറിലേക്ക് പോയ സാധനങ്ങൾ കൂടുതൽ പഴയ സാധനം ഡാമേജ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിന് മുതലാളി നാളെ മറ്റോട് ചോദിക്കൂല, എന്നോട് ചോദിക്കും, നിനക്ക് തലക്ക് ചൂടുള്ളതുകൊണ്ടാണ് എ സി വെച്ചെന്ന്. മറ്റൊന്ന് തലക്ക് ചൂടനല്ല. ഒരു മുമ്മിന പറയും, മനുഷ്യന്മാരെ നേറ്റിമ പണി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നെറ്റിക്ക് പണി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാര്യമുണ്ട്, എപ്പോൾ കാര്യമുണ്ട്? തല നേരെ നിന്നാൽ. തല നേരെ നിൽക്കാതെ നെറ്റിക്ക് പണി കൊടുത്താൽ എന്ത് കാര്യമുള്ളു? അള്ളാഹ്ക്ക് വേണ്ടത് നിന്റെ തലയാണ്, അള്ളാഹ്ക്ക് വേണ്ടത് നിന്റെ ഫുആദാണ്, നിന്റെ ഹൃദയം. അപ്പം നിനക്ക് നുണ പറയാൻ പേടിയാണ്. എന്തുകൊണ്ട്? ഡാമേജുള്ള തിരിച്ചു വന്നു. ഒരു വട്ടം ആകാശം നിറക്കുന്നതാണ് പുറത്തു പോയതെങ്കിൽ 100 വട്ടം ആകാശം നിറച്ചിട്ട് മുഴുവനും വേറുള്ളവർ കൊണ്ടുപോകുന്നതാണ് റിട്ടേൺ വന്ന് ഒരു കളവിലൂടെ. ഒരു കളവ് പറഞ്ഞാൽ മലക്ക് പോകും, പിന്നെ ആ മലക്ക് തിരിച്ചു വരില്ല. മിന്നത്തിന് മാജാ അമിൻ ഫീ, അവൻ്റെ വായിൽ നിന്ന് വന്ന വൃത്തികേടിൻ്റെ നാറ്റം ഇനി ആ മലക്ക് അവൻ അടുത്ത് വരില്ല. മലക്കാരാ? അള്ളാൻ്റെ ഏജന്റ്. അതൊക്കെ പറഞ്ഞ മനസ്സിലായോ? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇവൻ്റെ അമാലുകൾ എത്തിക്കുന്ന ഒരു ആദത്തുള്ള ആളാണ് ആര്? മലക്ക്. അവൻ ആ മലക്ക് ഇവനെ അള്ളാഹു ചോദിക്കും, അപ്പോൾ പറയും ഞാൻ എടുത്തുക്കൂല, നുണയനാ. അപ്പം അവൻ്റെ അമല് ഭൂമിയിൽ തന്നെ നടക്കും. എന്തുകൊണ്ട്? കുട്ടി കാര്യം പറഞ്ഞ മനസ്സിലായില്ലേ? നിന്റെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടി ഒരു തൊഴിലാളികളെ ഓഫീസിൽ നിന്ന് അയച്ചു. അയാൾ ഇവിടെ നോക്കുമ്പോൾ വൃത്തികെട്ട വാസനയാണ്. അയാൾ അവിടെ പോയിട്ട് ഓഫീസിൽ പോയി എന്താ പറയാ, അരമണിക്കൂർ ഞാനവിടെ പണിയെടുത്ത് വർഷം നിൽക്കാൻ കഴിയില്ല, ഭയങ്കര വൃത്തികെട്ട വാസന, ഞാൻ പോകില്ല. അരമണിക്കൂർ എടുത്ത പണിന്റെ പൈസ എനിക്ക് വേണ്ട, എന്നാലും വേണ്ടില്ല, ഞാൻ പോകില്ല. ഇതാ കഥബലാബത്തു. ഒരു കളവ് പറഞ്ഞാൽ മലക്കു, റഹ്മത്തിന്റെ മലക്കളൊക്കെ പോവും, അദാബിന്റെ മലക്കൾ പോവില്ല, ഒലടത്ത് നിൽക്കും. മറ്റൊരു ഇപ്പം എൻ്റെ അടുത്ത് ആരാള്? അദാബിന്റെ മലക്ക് ആരില്ല. പാറക്കുട്ടി, മിന്നത്തിന് മാജാ അമിൻ ഫീഹി, അവന്റെ വായിൽ നിന്ന് വന്ന നാറ്റം മലക്കിന് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഈ കുറെ ഈ സ്പാനിൽ ഇവിടെ കിടക്കല്ലേ? ഇത് മാർക്കറ്റ് കൊണ്ടു വെക്കണ്ടേ? മാർക്കറ്റ് കൊണ്ടു വെക്കേണ്ടതാരാ? എവിടെ നിന്നൊക്കെ വരുന്നത്? പാറക്കുട്ടി, ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇത് മാർക്കറ്റ് കൊണ്ടേ അള്ളാന്റെ മാർക്കറ്റിൽ കൊണ്ടേ ഇത് വെക്കേണ്ട ആളാരാ? മലക്കടോ? അതിന് മലക്ക് ഇവിടെ പണിക്കാൻ വരില്ല. എന്നാലോ പിന്നെ കുറെ സുബാനുള്ള ചെല്ലിട്ടെന്താ കാര്യം? പ്രൊട്ടക്ഷൻ എന്താ കാര്യം? അത് മാർക്കറ്റിലേക്ക് റൺ ചെയ്ത് ആ സാധനം മാർക്കറ്റിൽ കൊണ്ടേ വെക്കണ്ടേ? ഇത് അള്ളാന്റെ മാർക്കറ്റിൽ ഇത് എത്തിക്കേണ്ട ആളാരാ? മലക്ക് പോയി ഇനി വരില്ല. നോണ, ഒരു നോണ സഹിച്ചു, പിന്നെയും സഹിച്ചു. ദയ്യ ഒരു പെണ്ണ് എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, ഉസ്താദേ ഞാൻ ഭർത്താവിനെ ഒഴിവാക്കുകയാണ്. അപ്പം ചിലർ പറഞ്ഞു അങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. എനിക്ക് അയാളെ സഹിക്കാൻ കഴിയില്ല. മയക്കുമരുന്നിന് അടിമയാണ്. പൈസ കൊടുത്താൻ വേണ്ടില്ല, എനിക്ക് ഒഴിവാക്കണം, എനിക്ക് പറ്റൂല. കാരണം മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, പെണ്ണ് ഒഴിവാക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുണ്ട്? മയക്കുമരുന്നുണ്ട്. ആ പെണ്ണിന് സഹിക്കാൻ കഴിയില്ല. ഇവന് പൈസയും വീടും കാര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് പെണ്ണിന് സഹിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് വേണ്ടി പറയാം, ഒരു വാക്കഴത്തല്ല, ഒരു ഉദാഹരണം വേണ്ടി പറയുന്നത്. നിനക്ക് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ഒക്കെ ഉണ്ട്. പക്ഷെ നിന്റെ അടുത്തേക്ക് മലക്കിന് വരാൻ വയ്യ. എന്തുകൊണ്ട്? നോണ പച്ച നോണ പറയും, എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി. പണ്ടത്തെ ആളുകൾ നോണേ പറയുള്ളൂ. ഇപ്പൊ വല്ലാഹി കൂട്ടി പറയും. വല്ലാഹി കൂട്ടി പറയാം. വല്ലാഹി കൂട്ടി നോണ പറഞ്ഞവനെ മലക്ക് വിട്ടുവോ? അപ്പൊ നമ്മളിവിടെ കണക്കാക്കും എന്ത്? നമ്മൾ ചെല്ലുക സുബ്ഹാനല്ലാഹ്, ഇടക്കിടക്ക് ഇങ്ങനെ ഏതെങ്കിലും മൂല്യമാരെ കിട്ടുകയാണെങ്കിൽ പറയും ചെയ്യും. എന്ത്? അള്ളാന്റെ തൗഫീഖ് കൊണ്ട്.
എന്നും ചെല്ലുന്നുണ്ട്. അപ്പം മൂല്യരും പറയും എന്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഒക്കെ നിങ്ങളെ ഭാഗ്യമാണ്. അത് കേട്ടിട്ട് വേറെ ആൾ മൂല്യരോട് പറയും ഞാൻ മറ്റേ മൂല്യരോട് ചെന്ന് പറഞ്ഞേ നിന്റെ തരാത്ത. അപ്പോൾ മുപ്പര് പറയും ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ മറ്റേ മുപ്പര് പറയും എന്ത് ഭയങ്കര വല്ലാത്ത ഭാഗ്യമാണ്. അപ്പോൾ ഭാഗ്യത്തമ്മ ഭാഗ്യ എൻ്റെ അവസ്ഥ എന്താ? കണ്ടവരൊക്കെ ഗീബത്ത് പറയും, നമീമത്ത് പറയും, കളവ് പറയും, കള്ളസത്യം ചെയ്യും. ഈ വ്യക്തി അള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഞ്ചിതൻ മിനൽ മഗ്റൂരീൻ, വഞ്ചിതരിൽപ്പെട്ട ആളാണ് അവൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ പ്രശ്നം? നമ്മളെ കൽബ് പണി കൊടുത്തില്ല. പോക്ക് വരവ് പഠിക്കണ്ടേ? പോക്ക് എന്ത് വരവുണ്ട്? പ്രൊഡക്ഷന് പോകുന്നതിനേക്കാൾ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ കമ്പനി എന്താ? പ്രൊഡക്ഷൻ പോകുന്നതിനേക്കാൾ ഡാമേജ് പിറ്റേ ദിവസം തിരിച്ചുവരാണെങ്കിൽ കമ്പനി നഷ്ടത്തിലാന്ന് ഉറപ്പല്ലേ? നമ്മളെ കമ്പനി നഷ്ടത്തിൽ തന്നെയല്ലേ? പിന്നെ നമ്മളെ കമ്പനി നഷ്ടത്തിൽ തന്നെയല്ലേ? ആ നഷ്ടത്തിലാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ അടുത്തെത്തുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി അതദ്റൂന മനിൽ മുഫ്ലിസു, പാപ്പറായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു അല്ലതിൽ കാന ലഹു മാലുൻ വലൈസ ലഹു മാലുൻ, പണ്ട് മുതലുണ്ടായിരുന്നു പിന്നെ മുതൽ പോയി, അവനെയാണ് ഞങ്ങൾ പാപ്പറായവൻ എന്ന് പറയുക. ഫഖാലല്ല, എൻ്റെ സമുദായത്തിലെ പാപ്പറായവർ അവരല്ല. പിന്നെ അവരാരാ? എൻ്റെ സമുദായത്തിൽ പാപ്പറായവർ യഅ്തൂന യൗമൽ ഖിയാമ ബിഅഅമാലിൻ അഅ്ളമ മിൻ ജിബാലി തിഹാമ, തിഹാമയിലെ പർവ്വതങ്ങളെക്കാൾ അമലുകൾ കൊണ്ട് മഹ്ശറയിൽ വന്നവൻ. ഫയഅതിഹി റജുലുൻ ഫയഖൂലു ലില്ലാഹ് റബ്ബി ഖദഫനി ഹാദാ ഫയഖുദു മിൻ ഹസനാതിഹി ഫയഅതിഹി വയഖൂലു വയഅതി റജുലുൻ ആഖർ كذب عني هذا فيأخذ من حسناته ويؤخذ ويعطيه. അപ്പോൾ ഒരാൾ വരും, അതാ ഷഹീദ് ബിസ്സൂരി അന്നി, ഇവൻ കള്ളസാക്ഷി പറഞ്ഞവനാണ് എനിക്കെതിരെ. فيأخذ من حسناته فيعطي. വേറൊരാൾ പറയും كان لي العلفون قد فشا في بلدتي او في قريتي بين جيراني, എനിക്കൊരു ദുർബലത ഉണ്ടായിരുന്നു, ഇവൻ എല്ലാ പരിയിലും അത് പോയി പറയും ഇവൻ നബിമത്തേർന. فيأخذ من حسناته فيعطي. لم يبقى من حسناته حتى حسنة واحدة. ബാക്കിയുള്ളവർ പിന്നെയും ബാക്കിയുണ്ട്, കൊടുത്തു കഴിഞ്ഞു. അപ്പൊ കടക്കാർ പിന്നെയും വന്നു. അപ്പൊ അല്ലാഹു പറയും എന്ത്, ഇവന്റെ റെക്കോർഡ് ഇനി തരാൻ നിങ്ങൾക്കൊന്നും ഇല്ല, എന്ത് ചെയ്യാം? അപ്പോൾ മലക്കുകളോട് പറയും അവന്റെ സയ്യിആത്ത് ഇവനിട്ടെടുത്തണം. അപ്പൊ അവന്റെ സയ്യിആത്തെടുത്ത് ഇവനെ തലയിക്കണം. ഇവനാണ് ആര്? മുഫ്ലിസ്, പാപ്പറായവൻ. ഇവനെങ്ങനെ വന്നതാ? ഇവൻ എങ്ങനെയാണ് മഹ്ശറിക്ക് വന്നത്? يأتي يوم القيامة بأعمال أعظم من جبال تهامة. അക്കാലത്ത് ഏറ്റവും വലിയ പർവ്വതങ്ങൾ തിഹാമയിലായിരുന്നു. ആ തിഹാമയിലെ മനസ്സിലായില്ലേ? തിഹാമയിലെ പർവ്വതങ്ങൾ യാത്രക്കാർ കാണും. അപ്പൊ അവര് ഒരു ഉപമ പറയുന്നതാണ് തിഹാമയിലെ പർവ്വതം. തിഹാമയിലെ പർവ്വതങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് എന്തുണ്ട്? അമലുണ്ട് ദുനിയാവില്. പക്ഷേ എന്തുണ്ട്? ഗീബത്തുണ്ട്, നമീമത്തുണ്ട്, കദിബുണ്ട്, കള്ളസാക്ഷിത്വമുണ്ട്, എല്ലാം ഉണ്ട്. അവരിങ്ങനെ വരും, ഇങ്ങനെ കൊടുക്കും. അവസാനം ഇവന്റെ തീർന്നു, മറ്റൊരു പിന്നെയും ബാക്കിയായി. അപ്പൊ അവന്റെ സയ്യാത്ത് ഇവന്റെ പരിധി കിട്ടും. എന്താ പ്രശ്നം? തഫഖുദില്ല, പോക്ക് വരവ് നോക്കിയില്ല. ഡാമേജാണ് തിരിച്ചു വരുന്നത്, കണ്ടില്ല. എന്ത് നോക്കി? പറകുട്ടി എന്ത് നോക്കി? നേരം പോലത്തെ ലോറികൾ ഇങ്ങനെ പ്രൊഡക്ഷൻ ഇങ്ങനെ പോവും. അപ്പം മാനേജർ ഇങ്ങനെ അതിനനുസരിച്ച് കാല് വർപ്പിക്കും. ഭയങ്കര ചോട. അപ്പുറത്ത് വേറെ പഴയ ഗോഡൗണിൽ അട്ടി കൊണ്ട് വലിച്ചെറിയുന്നുണ്ട്. 2 ലോഡിന് അങ്ങോട്ട് പോയാൽ 4 ലോഡ് ഡാമേജ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരും നോക്കിയില്ല, മാനേജർ നോക്കിയില്ല, കമ്പനി നഷ്ടത്തിലായി. ഇതന്നെ നമ്മൾ ആണോ അല്ലേ?
കൂടുതൽ വർത്താനം പറയണ്ട. ആണോ അല്ലേ? ഈ മൗസാരി പറയാ ഈ അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെയാണ്, അതിന് രക്ഷപ്പെടണം.